നമസ്കാരം. നമസ്കാരം. അപ്പം ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമല്ലേ? ഇന്നിപ്പോൾ നമ്മൾ ഇവിടുത്തെ മോഡലിലല്ലേ, കണ്ണൂർ മോഡൽ. അവരൊരു പഴയ പിച്ചാത്തിയുടെ പിക്ചർ എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പോൾ കണ്ണൂർ, അപ്പോൾ അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂർ മോഡലിൽ ഒരു കറിക്കത്തി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. കണ്ണൂർ മോഡൽ കറിക്കത്തിയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഐറ്റം അതാണ്. ഓക്കെ. അപ്പം ഇത് കണ്ണൂരിലെ വില്ലേജ് ഓഫീസർക്ക് വേണ്ടിയുള്ളതാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. ഓ ശരി ശരി. അപ്പോൾ അദ്ദേഹം തന്ന ഓർഡറാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ട് ശേഷമായിരിക്കും അല്ലേ? അതെ. ഓക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർഡറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഡറാണ്. അപ്പോൾ നമ്മളിത് വേറൊരു മോഡൽ കറുപ്പിച്ചാത്തി, വേറൊരു മോഡലാണ്. അപ്പോൾ അവിടുത്തെ കണ്ണൂർ, ഇത് പാലപ്പുഴ ജില്ലയാണ്. അപ്പോൾ കണ്ണൂർ മോഡലിൽ നമ്മളൊരു കറുപ്പിച്ചാത്തി, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മോഡൽ അദ്ദേഹം ഒരു പഴയ പിക്ചർ അയച്ചു തന്നത്. അപ്പോൾ ആ ഒരു മോഡൽ നമ്മളിവിടെ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള കറിപ്പിച്ചാത്തിയാണ് നമ്മളിന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിനകത്ത് ഇനിയും പുള്ളി തന്ന ഓർഡർ മൂന്നെണ്ണമാണ്. 3 ടൈപ്പ് കത്തിയാണ്. അതിൽ ഒരെണ്ണം ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ അതിലെ ഫസ്റ്റ് ഐറ്റമായ കണ്ണൂർ മോഡൽ, അവർ തന്ന മോഡൽ നമ്മളിവിടെ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം തന്ന ഒരു ഫോട്ടോ അനുസരിച്ചുള്ള വർക്കാണ് ചെയ്യുന്നത്. ഈ പ്ലേറ്റിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജീപ്പിൻ്റെ പ്ലേറ്റ് ആണ്. നമ്മൾ ചെയ്യുന്നത് അല്ലേ? പ്ലേറ്റ് ആണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. ജീപ്പിൻ്റെ പ്ലേറ്റ് ആണ്. നല്ല തിക്കുള്ള, ഹാർഡുള്ള, നല്ല നമ്മൾ എന്താ പ്ലേറ്റ് ആണ്. ഇച്ചിരി കൂട്ടിയിട്ടേക്കും. ഇതിപ്പോൾ ഇത്തരത്തിൻ്റെ ആവശ്യമില്ല. ഇത്രയും സ്കെച്ചിനകത്ത് ഇത്രയും നീളം നമുക്ക് വേണ്ട. എന്തെങ്കിലും ഒരു പണിയിലായി നമുക്ക് ഇച്ചിരി കുറവായിട്ട് പിന്നീട് തോന്നരുത്. അധികം വരുന്നാലും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓ ശരി ശരി. അപ്പോൾ നമ്മളിപ്പോൾ ഇച്ചിരി അഡ്വാൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ എല്ലാ തരത്തിലും അഡ്വാൻസ് ആണ്. വേണം. കാരണം എന്താ പറയുക, അത്രയും നമ്മൾ ചെയ്ത് വന്നിട്ട് പിന്നെ ഒരു പരാജയത്തിലേക്ക് നമ്മൾ പോകരുത്. നേരത്തെ നമ്മൾ അതിനുള്ള കാൽക്കുലേഷൻ നടത്തി. ഓക്കെ. അപ്പോൾ വർക്കിൽ എല്ലാവരും ആശംസകളും. അപ്പോൾ വർക്കിലേക്ക് ഓക്കെ. വലിയ കുഴപ്പമൊന്നുമില്ല. അടിക്കാൻ പോകും അല്ലേ? നമുക്ക് ഈ കത്തിക്ക് ആവശ്യമുള്ള നീളം, ആ കനത്തേന്ന് നമ്മൾ നീളം അടിച്ചുകൊണ്ട് വരാൻ പോവാം. ഓ ശരി ശരി.
അളവെടുക്കുക അല്ലേ? ആ, അത് ചെറിയൊരു പ്ലേറ്റ് പീസായിരുന്നു. നമുക്കിപ്പോൾ ഒരു 6 ഇഞ്ച് കത്തി മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. പൊടിക്കൂടെ നമുക്ക് നീട്ടിയിട്ട് അതിന് വീതി അടിച്ചിറങ്ങാം. കത്തിക്ക് ആവശ്യമായിട്ടുള്ള വീതി. അതുകൊണ്ട് നമ്മൾ ടെമ്പർ ചെയ്യുന്നതിനൊക്കെ പല മെത്തേഡുകളുണ്ടല്ലോ, ഓയിൽ ടെമ്പറിങ്, ഇങ്ങനെയൊക്കെ കുറേ ടെമ്പറിങ് മെത്തേഡുകളുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്തായിരിക്കും നമ്മുടെ അഭിപ്രായം? ഏത് മെത്തേഡായാലും ടെമ്പറിങ് 3 ടൈപ്പേ ഉള്ളൂ. ഓയിലല്ല, ഇനി വെള്ളമല്ല, മണ്ണാന്ന് പറഞ്ഞാലും ഇതിന് 3 മെത്തേഡേ ഉള്ളൂ. അതായത് 3 ടൈപ്പ്. ഫസ്റ്റ് നമ്മൾ ടെമ്പർ ചെയ്തെടുക്കുന്നൊരു ഹൈ ടെമ്പറിൽ കിടക്കുന്നൊരു ടെമ്പറിൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോൾ പ്യുവർ വൈറ്റ് ആയിരിക്കും. ആ വൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളത് ഗോൾഡൻ യെല്ലോ സ്റ്റേജ് ആയിരിക്കും. അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മയിൽപ്പീലി കളർ, നീല കളർ. പഴയകാലങ്ങളിലെ വെറും പ്യുവർ പച്ചിരുമ്പിൻ്റെ സാധനങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ മാത്രം വാത്തല നിലനിൽക്കാൻ വേണ്ടി ഈ കല്ലുള്ളി അതുപോലെ കിട്ടുന്ന സാധനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ പ്യുവർ വൈറ്റിലിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ടെമ്പർ നിൽക്കും. പിന്നെ പണ്ടത്തെ കാലത്ത് ആംഗ്ലയറിൽ ഓരോന്നൊക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അത് സെക്കൻഡ് സ്റ്റേജ് ഗോൾഡൻ യെല്ലോ, അതിലിട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വാത്തല നിൽക്കൂ. ഇതുപോലുള്ള ഉരുക്ക് സാധനങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ഈ നീല കലർന്ന് നിൽക്കുന്ന ഒരു യെല്ലോയുടെ ആ ഒരു ടൈപ്പും നീലയും കൂടെ കയറി വരുന്ന പരുവത്തിലിട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വാത്തല നിൽക്കൂ. അല്ലെങ്കിൽ വൈറ്റിലേക്ക് കിടന്നു കഴിഞ്ഞാലോ ഈ ഗോൾഡൻ യെല്ലോയോ പ്യൂർ ഉരുക്കിനകത്ത് കിടന്നു കഴിഞ്ഞാൽ സാധനം അടന്നു. അതാണ് ടെമ്പറിങ്ങിൻ്റെ ഒരു വിഷയം. അതിന് ഓയിലല്ല, ഇനി എന്തിനകത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ 3 കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ വാത്തല നിൽക്കില്ല, അടന്നു പോയി. അത്യാവശ്യം വലിയൊരു പിച്ചാത്തിയായി. നീളമൊക്കെ കണ്ടിട്ട് ചൂട് അടിച്ചു കഴിഞ്ഞാൽ നല്ല പിച്ചാത്തിയായി. ഒരു മുക്കാൽ പണി ആയി പിച്ചാത്തിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കോരി ഷേപ്പ് ചെയ്യണം. ഇനിയിപ്പം ഇതിൻ്റെ അളവ് കറക്റ്റ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്ത് ഡിസൈനൊക്കെ ഒന്ന് വെട്ടി ഷേപ്പ് ചെയ്ത് പിടിയലാക്കി ഷേപ്പ് ചെയ്ത് കയറ്റിയാണ്. ഈ പണിക്ക് പുറംകോരം വെട്ടുക എന്ന് പറയും. പുറംകോരം അതായത് നമ്മുടെ ചുറ്റിലേക്ക് പോകുന്ന വശത്തിൻ്റെ ചുറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വശം ഇവിടെ ഒരു വെട്ടുണ്ടാവും. ആ വെട്ട് കറക്റ്റ് ചെയ്യുന്ന പുറംകോരം അടിച്ചെടുക്കാന്ന് പറയും. നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ടേക്കാണ്. രാഗി എന്തായാലും എടുക്കാനുള്ള ആയതുകൊണ്ട് ഇച്ചിരി കൂട്ടിയിട്ടേക്കാണ്. നീളം ഇനിയും കൂടും. ഇപ്പുറത്തെ ഷേപ്പ് വരുമ്പോഴേ അതിൻ്റെ അനുസരിച്ച്. കാരണം ഇനി ഈ പിച്ചാത്തിയുടെ അളവും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ പുറകിൽ നിന്ന് കട്ട് ചെയ്ത് വരാണ്. അപ്പോൾ ഇത് ആകെ കത്തിയുടെ തളം കറക്റ്റായി കിടക്കും. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതിലാക്കി കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ അങ്ങ് വരച്ച് വെട്ടാൻ പോകും.
എന്നിട്ട് ടെമ്പറിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. രാഗി ഫിനിഷ് ചെയ്തിട്ട് ടെമ്പർ ചെയ്യുന്നു. കാരണം പിന്നെ ചിലർ ചോദിക്കുന്നൊരു കാര്യമാണ് ഈ വെള്ളം തൊട്ടടിക്കുന്നത് എന്തിനാണ്. ഈ കരി മണ്ണോടൊക്കെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ അത് നോർമലി ഇളകി വരത്തില്ല. അപ്പോൾ ഈ ഗ്രിപ്പ് എന്താണ്ടോ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതേ നടുക്കും ഇതും കൂടി വെള്ളം ചെല്ലുമ്പോൾ വലിച്ചു പറിച്ചിങ്ങ് പോരും. അപ്പോൾ അതിനങ്ങനെ കുറേ മെത്തേഡ് കിട്ടും. നമ്മുടെ വർക്ക് ഏകദേശം ഇത്ര ഒരു രൂപത്തിലെത്തിയിരിക്കും. ഇനി നമുക്ക് ചുറ്റും പിടിയൊക്കെ ഉണ്ടാക്കണം, കൂരി വെട്ടണം, ഇച്ചാത്തിൻ്റെ ഷേപ്പ് വരച്ച് കയറ്റണം. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. തീർച്ചയായും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയൊരു അനുഭവം തന്നെയാകട്ടെ ഈ ഒരു കണ്ണൂർ കത്തി. ഓക്കെ. നമ്മളിപ്പോൾ ടെമ്പർ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അകത്തിലെ അടിപ്പാടുകളും ഗ്രിപ്പുകളും മണ്ണും കരിയും ഇരുമ്പും എല്ലാം കൂടി ഉരുകി പിടിച്ച പാടുകളും എല്ലാം കൂടെ അടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് കളയണം. അപ്പം അത് വൃത്തിയാക്കിയിട്ട് മാത്രമേ നമ്മൾ ടെമ്പറിങ് എടുക്കത്തുള്ളൂ. മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കിടക്കുന്ന കംപ്ലീറ്റ് പാടും എടുത്ത് കളഞ്ഞിട്ട് മാത്രമേ ചെയ്യൂ. പിച്ചളച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളിനി കട്ട് ചെയ്യാൻ പോവാം. നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. പിച്ചള പ്ലേറ്റ് അല്ലേ? പിച്ചളയുടെ ഷീറ്റ് 18 കേജ് 18 കേജിൻ്റെ ഷീറ്റാണല്ലേ? ഓക്കെ, കാണാൻ പറ്റും. കണ്ടോ? നമ്മൾ വെള്ളിയിട്ട് വിളക്കാൻ വേണ്ടി അതിൻ്റെ സൈഡ് ഇത് വെള്ളിയിട്ട് വിളക്കണം അല്ലേ? വെള്ളിയിട്ട് വിളക്കാൻ വേണ്ടി ഈ സൈഡിലെ മുറിപ്പാട് തമ്മി വരുന്നത് കനം കുറച്ച്. ഓ ശരി. ഈ കാണുന്ന മുറിപ്പാട് ജോയിൻ്റ് ആക്കണം. ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അത് വെള്ളിയിട്ട് നമുക്ക് വിളക്കിയെടുക്കണം. വെള്ളിയിട്ട് നമ്മൾ വിളക്കിയെടുക്കും. പൊൻകാരം. ഇത് പൊൻകാരമാണല്ലേ? പൊൻകാരം പൊടിച്ചെടുക്കുക. പൊൻകാരം പൊടിച്ചെടുക്കുന്നു.
നമ്മളിനി ഇത് വിളക്കാൻ വേണ്ടി അല്ലേ? വിളക്കാൻ വേണ്ടി, വെള്ളിയിട്ട് വിളക്കാൻ വേണ്ടി അല്ലേ? ഇത് പിച്ചള വിളക്കാനായിട്ട്. പിച്ചള വെള്ളിക്കല വിളക്കണം. ഇപ്പം കാര്യം ഇങ്ങനെ അകത്ത് കയറണം, ഫുള്ള് കാണാം അല്ലേ? ആ മുറിച്ച് ജോയിൻ്റ് ആകുന്ന ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്നെങ്കിലേ വെള്ളി ഉരുകി പിടിക്കത്തുള്ളൂ. ഓ ശരി ശരി. വെള്ളിയാണല്ലേ? വെള്ളിയുടെ ഷീറ്റാണ് ഏറ്റവും കനം കുറച്ച് നമ്മൾ ബ്ലേഡ് കനത്തിലാക്കി വെച്ചേക്കാണ്. വെള്ളി ഷീറ്റ് അടിച്ച് ബ്ലേഡ് രൂപത്തിൽ കനം കുറച്ച് വെച്ചിരിക്കുക. അതെ, കണ്ടാ? ഓ ശരി ശരി ശരി. നമ്മൾ ആ വെള്ളി അകത്തേക്ക് ഇറക്കി വെക്കാൻ പോകും. വെള്ളി ഇനി വിളക്കേണ്ട സാധനത്തിൽ നമ്മൾ ഇറക്കി വെച്ച് മുറിപ്പാടിന് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മളിനി അത് വെച്ച് ചൂടാക്കി ഇവനെ ഉരുക്കി കയറ്റണം. ഒരുമാതിരിപ്പെട്ടവർ ചെയ്യത്തില്ല, കാരണം എന്താണെന്നറിയോ? കണ്ണ് തെറ്റി ചെയ്ത് ഉരുകി പോകും. ഓ ശരി. പിച്ചള ഇടക്കം ഉരുകി താഴെ പോകും. പിച്ചള ഉൾപ്പെടെ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഉരുകി പോകും അല്ലേ? ഉരുകി താഴെ പോകും. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവർ ഇത് ചെയ്യത്തില്ല, പേടിയാണ്. കേട്ടോ, ഇങ്ങനെയാണ് ഇത് ഉരുക്കി എടുക്കുന്നത്, വെൽഡ് ചെയ്തെടുക്കുന്നത് അല്ലേ? ആ, ഇത് തമ്മിൽ കൂട്ടി ജോയിൻ്റ് ആക്കുന്നത്. പിച്ചള വെൽഡ് ചെയ്യണമെങ്കിൽ വെള്ളി തന്നെ വേണം അല്ലേ? വെള്ളി അല്ലെ പിച്ചള റാഡിട്ട് വെൽഡ് ചെയ്തെടുക്കണം. കണ്ട ഉരുകി പിടിച്ചേക്കാണ് വെള്ളി, പ്യൂറായിട്ട് ഇതിനകത്ത് ഉരുകി പിടിച്ച കളർ മാറ്റി കാണുന്നത്. കണ്ട? ഓ ശരി ശരി ശരി. കറക്റ്റായിട്ടുണ്ട്. നമുക്ക് തണുപ്പിച്ച് കണ്ട തണുപ്പിച്ച് വെച്ചിരിക്കാം. വെള്ളിയ ശേഷം നമ്മൾ ഷേപ്പ് ചെയ്യാം അല്ലേ? ആ, ഇതിൻ്റെ ഷേപ്പ് നമ്മൾ അടിച്ചെടുക്കാം.
ഇതാണ് ടെമ്പർ ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണല്ലേ? ഇത് ടെമ്പറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ കളർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ മയിൽപ്പീലി കളർ കിടക്കുന്നുണ്ട്. അത് ഇടവിട്ട് സൂക്ഷിച്ച് നോക്കാമെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഇവിടുത്തെ കളർ നോക്കണ്ട, നമുക്ക് വാത്തലയുടെ കളറാണ് അറിയാം. വാത്തലയുടെ കളറാണ് അറിയാം. അത് ചുണ്ടിന് കിടക്കുന്ന കളറാണ് നമുക്കറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ട, അപ്പോൾ അതിങ്ങനെ മാറി വരും. ഈ ഭാഗത്ത് വൈറ്റ് ഇതുപോലെ ടെമ്പറിങ്ങിന് ശേഷവും വാത്തിലേക്ക് വൈറ്റാണ് കാണിക്കുന്നുണ്ട്. അത് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ ഒടിഞ്ഞു പോയി വെച്ചാൽ. ഓ ശരി. വാത്തലടന്നു. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു അറിവ് തന്നെയാണ് കിട്ടുന്നതൊക്കെ. ഇനിയിപ്പോൾ ഇത് മൂർച്ച കൂട്ടണം അല്ലേ? ഇത് മൂർച്ച കൂട്ടണം. പിടിയുടെ പണിയും കൂടെ കിടക്കും. പിടിയുടെ പണിയും പിടി മിനുക്കി എടുക്കണം. ബാക്കി ഇതെല്ലാം മിനുക്കി എടുക്കുന്നൊരു പണിയും കൂടെ ഉണ്ട്. മൂർച്ച കറക്റ്റ് നമ്മളിടുന്ന പരുവെന്ന് പറയുമ്പോൾ കരിക്കിച്ചാത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു പരുവം കയ്യിലെ രോമം അല്ലെ കാലിലെ രോമം ഞാൻ പഠിക്കുകയാണ്. അത്ര ഷാർപ്പാണ്. പിന്നെ അത് കൊണ്ടുപോയി പിള്ളേരുടെ കയ്യിൽ കൊച്ചുങ്ങളുടെ കയ്യിൽ കൊടുത്ത് ചെടിക്കമ്പ് എല്ല് ഇതിലൊന്നും വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. നമ്മളിവിടുന്ന് ഒരു മൂർച്ചയുടെ മെത്തേഡ് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത് ഉപയോഗിക്കേണ്ട രീതിക്ക് ഉപയോഗിക്കണം. മണൽ വാരിയിട്ട് തേച്ച് ഉപയോഗിക്കണം. ഇത് മൂർച്ച കൂട്ടാൻ സാധനം മണൽ വാരിയിട്ട് തേക്കണം അല്ലേ? പൊടിമണൽ ചെറിയ തരി കഷ്ണത്തിൽ ഇതുപോലെ ഉരുളിച്ചുള്ള ഒരു സൈഡ് ഉരുളിച്ചുള്ള ഒന്നിലെ അങ്ങനെയുള്ള തടികളിലോ അങ്ങനെയുള്ള പ്രതലങ്ങളിലോ മണൽ വാരിയിടുക. രണ്ട് സൈഡ് ഇങ്ങനെ വെച്ച് തന്നെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ വേണം തേക്കാൻ. അല്ലാതെ ഉരുട്ടിയിട്ട് തേച്ച് കഴിഞ്ഞാൽ വാത്തല പോട്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഷേവ് ചെയ്യുന്ന രീതിയിൽ തന്നെ കൃത്യമായി അവർക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിച്ചെടുക്കാൻ പറ്റും വൃത്തിയായിട്ട് തന്നെ. ഒരുപാട് പേര് ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ആരും ഇതുവരെ അങ്ങനെ മൂർച്ചയുടെ കാര്യത്തിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. ഒരാൾ മാത്രമേ സങ്കടം പറഞ്ഞിട്ടുള്ളൂ. പിള്ളേരെടുത്ത് ചെടിക്കമ്പ് മുറിച്ച് വാത്തല അടത്തി കളഞ്ഞു. ഓക്കെ, അത് ചെടിക്കമ്പ് ശ്രദ്ധയില്ലാതെ ചെയ്തിട്ട് പറ്റിയതാണ്. അപ്പോൾ അത് നമ്മൾ റീവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. വളരെ നേരത്തെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കണ്ണൂരിൽ നിന്നും വന്ന ഒരു ഓർഡർ അവർ അയച്ചു തന്ന ഫോട്ടോ പോലെ തന്നെയാണ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേ നേരത്തെ അധ്വാനമാണ് നമ്മളീ കാണുന്നത്. ഈ ഫിനിഷിംഗ് വർക്ക് ഓർഡർ അനുസരിച്ച് അദ്ദേഹം വർക്കുകൾ ഇതുപോലെ ചെയ്ത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ആർക്കും സമീപിക്കാവുന്നതാണ്. ഹരി വെട്ടിയാറാണ് ശില്പി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടവർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗിയും എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർ വീഡിയോകൾ കാണാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പ്രേക്ഷകർ പലപ്പോഴും മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഫോൺ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ വ്യത്യസ്തമായ വീഡിയോകളൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുള്ളത്.